പാലക്കാട് ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് അംഗത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് CPIM. ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി അംഗം C. സുജിത്തിനെയാണ് അന്വേഷണ വിധേയമായി പാർട്ടി സസ്പെൻഡ് ചെയ്തത്. സുജിത്തിനെ ഡിവൈഎഫ്ഐയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് 23-കാരിയുടെ പരാതിയിൽ സുജിത്തിനെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തത്. ഒളിവിലുള്ള സുജിത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഇക്ബാൽ, രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇയാൾക്കെതിരെയുള്ള നടപടി; മറ്റൊന്ന്, ഇയാൾക്കായുള്ള അന്വേഷണം ഏത് ഘട്ടത്തിൽ? ശ്രുതി, ഈ കഴിഞ്ഞ ദിവസമാണ് ശ്രീകൃഷ്ണപുരം സ്വദേശിനിയായിട്ടുള്ള 23 വയസ്സുകാരി ഈ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ CPM നേതാവും കൂടി ആയിട്ടുള്ള സുജിത്തിനെതിരെ ഈ ലൈംഗിക പീഡന പരാതി നൽകുന്നത്. അതായത് 2025 മുതൽ 26 വരെയുള്ള ഒരു വർഷ കാലയളവിൽ ജോലി വാഗ്ദാനം ചെയ്ത് തന്നെ പലപ്പോഴായി സുജിത്ത് ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി. ആ പരാതിക്ക് പിന്നാലെ സുജിത്തിനെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരുന്നു. ഇപ്പോൾ ഇത് അന്വേഷണ വിധേയമായി സുജിത്തിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് CPM. നിലവിൽ സുജിത്ത് CPIMന്റെ ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ആ ലോക്കൽ കമ്മിറ്റി അംഗം സ്ഥാനത്തു നിന്നാണ് ഇപ്പോൾ സുജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, സുജിത്തിനെ എല്ലാ ഘടകങ്ങളിൽ നിന്നും സസ്പെൻഡ് ചെയ്താൽ ഇപ്പോൾ DYFIയുടെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയും ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പാർട്ടി നടപടിക്ക് പിന്നാലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി കടുപ്പിക്കുകയാണ്. സുജിത്തിന് വേണ്ടിയുള്ള അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ സുജിത്തിന് വേണ്ടി വ്യാപകമായിട്ടുള്ള അന്വേഷണമാണ് ശ്രീകൃഷ്ണപുരം പോലീസ് നടത്തുന്നത്. മാത്രമല്ല, ഈ പരാതി നൽകിയിട്ടുള്ള 23-കാരിയുടെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷം പിന്നീട് എത്രയും പെട്ടെന്ന് സുജിത്തിനെ പിടികൂടി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ശ്രീകൃഷ്ണപുരം പോലീസ് കടന്നിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.